നമസ്കാരം. പ്രധാന വാർത്തകൾ. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയ ഒയാസിസ് കമ്പനി സിപിഎമ്മിനും കോൺഗ്രസിനും പണം നൽകിയെന്ന് ബിജെപി. സിപിഎം ജില്ലാ കമ്മിറ്റിക്ക് 2 കോടിയും കോൺഗ്രസിന് 1 കോടിയുമാണ് ലഭിച്ചതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളി. കൃഷ്ണകുമാറിന്റെ മാനസിക നില തകരാറില്ലെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പൊതുപ്രവർത്തനം ബിസിനസ്സാക്കിയവർ ഇതിലപ്പുറം പറയും. സി കൃഷ്ണകുമാർ ആരോപണം ശരിയെന്നു തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് കെ തങ്കപ്പൻ. സമൂഹത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി MB രാജേഷ്. അടിച്ചു തീർക്കുന്ന ശൈലി വ്യാപകമാകുന്നു. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിനു കാരണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് താമരശ്ശേരിയിൽ നടന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ലഹരിക്കെതിരെ SFI ക്യാമ്പയിൻ ശക്തമാക്കും. പ്രതിപക്ഷ നേതാവ് ആദ്യം ഉപദേശിക്കേണ്ടത് KSU നേതാക്കളെയെന്നും PS സഞ്ജീവ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് KSKTU. താലൂക്ക് ഓഫീസുകളിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മാർച്ച്. അന്യായമായ തരം മാറ്റലുകൾ റദ്ദു ചെയ്യണമെന്നും അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകണമെന്നും ആവശ്യം. എലപ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് പാലക്കാട്ട് നടന്ന കർഷക കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗത്തിൽ ആഹ്വാനം. ഒറ്റപ്പാലത്ത് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് രൂക്ഷ വിമർശനം. യോഗത്തിനെത്താതിരുന്ന സൂപ്രണ്ടിനെ വിളിച്ചുവരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ തുടർച്ചയായി അവധിയെടുക്കുന്നത് പ്രധാന പ്രശ്നമെന്ന് സൂപ്രണ്ട്. ലഹരി വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പട്ടാമ്പി താലൂക്ക് വികസന സമിതി ജനകീയ ഇടപെടൽ അനിവാര്യം. പരിശോധന ശക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ്. ഷൊർണൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പുശേഖരണം നടത്തി. സമരത്തോടുള്ള സർക്കാർ സമീപനം ജനാധിപത്യ വിരുദ്ധമെന്ന് നേതാക്കൾ. മണ്ണൂരിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഹൈടെക് ക്യാമറകൾ മിഴി തുറക്കുന്നു. മാലിന്യ നിക്ഷേപം വ്യാപകമായ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് നടപടി തുടങ്ങി. വിവിധ ഭാഗങ്ങളിൽ ആധുനിക ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവിൽ. വാർത്തകൾ വിശദമായി. പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഒയാസിസ് കമ്പനി സിപിഎമ്മിനും കോൺഗ്രസിനും പണം നൽകിയെന്ന് ബിജെപി. സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് 2 കോടി രൂപയും കോൺഗ്രസിന് 1 കോടി രൂപയുമാണ് നൽകിയതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു. സിപിഎം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. അക്കൗണ്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരിക്കുന്ന കോടികൾ സംഭാവന കൈക്കൂലി പണമാണ്. ആരിൽ നിന്ന് എന്തിന് സ്വീകരിച്ചു എന്ന് പാർട്ടി വ്യക്തമാക്കണം. ഒയാസിസ് കമ്പനിയിൽ നിന്നല്ലേ ഈ സംഭാവന കൈക്കൂലി ലഭിച്ചത് എന്നും അദ്ദേഹം ചോദിച്ചു. 2 പാർട്ടികളെയും സിപിഎമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ജില്ലാ നേതൃത്വങ്ങൾ വലിയ തുകയാണ് സംഭാവന എന്നുള്ള പേരിൽ ഒയാസിസ് കമ്പനിയിൽ നിന്നും കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2 കമ്പനിയുടെയും പ്രധാന ജില്ലാ നേതൃത്വത്തിനാണ് ഈ സംഭാവന ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2 പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. ഞാൻ പറയുന്ന ഈ ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. നിങ്ങളുടെ 2 അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. ജില്ലയിലെ കോൺഗ്രസ് നേതാവിന് 25 ലക്ഷം രൂപ വ്യക്തിപരമായും കൈക്കൂലി ലഭിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് നേതൃത്വവും അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കൃഷ്ണകുമാർ വെല്ലുവിളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ സമരങ്ങളിൽ പങ്കെടുക്കാത്തതിൽ ദുരൂഹതയുണ്ട്. പുതുശ്ശേരിയിലെ CPM മുൻ ഏരിയ സെക്രട്ടറിക്ക് കൈക്കൂലിയായി കമ്പനി നൽകിയത് ഒരു ക്രിസ്റ്റ കാറാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുള്ള പാർട്ടിയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ CPMൻ്റെ മുൻ ഏരിയ സെക്രട്ടറി പുതുശ്ശേരി ഏരിയ സെക്രട്ടറിക്ക് വാങ്ങിയ കാറിനെ സംബന്ധിച്ച് ഒയാസിസ് കമ്പനിയുടെ സംഭാവനയായിട്ടാണ് ആ കാറ് അറിയപ്പെടുന്നത്. അത് ആ പ്രദേശത്തെ എലപ്പുള്ളി പ്രദേശത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു ഇനോവ കാറുമായിട്ട് യാത്ര ചെയ്യുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വലിയ ചർച്ചയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ബിജെപി നേതാവിന്റെ മാനസിക നില തകരാറിലായിരിക്കുകയാണെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു.
CPM ജില്ലാ കമ്മിറ്റി മദ്യ കമ്പനിയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയെന്ന സി കൃഷ്ണകുമാറിന്റെ ആരോപണത്തോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി പരിശോധിക്കാൻ പറ്റുന്ന അക്കൗണ്ട് തന്നെയാണ്. ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഇന്ത്യൻ ബാങ്കിൽ. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. BJPയുടെ ദുരൂഹമായ ഇത്തരം കോടികളുടെ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് CPMനെ നോക്കിക്കാണുന്നത് അത് അദ്ദേഹത്തിന്റെ മനോനിലയുടെ പ്രശ്നമാണ്. അദ്ദേഹത്തിന് മാത്രമേ ചേരുള്ളൂ. ഒയാസിസ് കമ്പനിയിൽ നിന്ന് CPM കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച BJP നേതാവ് സി കൃഷ്ണകുമാറിന്റെ മനോനില പരിശോധിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. കോടികളുടെ വെട്ടിപ്പ് നടത്തുന്ന BJPയിലൂടെയാണ് CPMനെ കൃഷ്ണകുമാർ നോക്കിക്കാണുന്നത്. കച്ചവട താൽപ്പര്യം മാത്രമാണ് കൃഷ്ണകുമാറിനുള്ളത്. ആരോപണങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. CIA വന്ന് അന്വേഷിച്ചാലും CPMന് ഭയമില്ല. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ആർക്കും എപ്പോഴും പരിശോധിക്കാമെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. സി കൃഷ്ണകുമാറിന്റെ ആസ്തി പരിശോധിക്കണം. പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ നിയമവിരുദ്ധ വ്യാപാരങ്ങളും റിയൽ എസ്റ്റേറ്റ് പ്രവർത്തനങ്ങളും നടത്തുന്ന വ്യക്തിയാണ് കൃഷ്ണകുമാർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് എൻ്റെ മുമ്പിലെ മാധ്യമങ്ങളൊന്ന് അന്വേഷിച്ചാൽ ഞങ്ങളുടെ എല്ലാവരും അന്വേഷിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒന്ന് അന്വേഷിക്കുക. എന്നിട്ട് വേണം CPMനെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ. ഇവർക്കെല്ലാം ലക്ഷങ്ങളുടെയും കോടികളുടെയും കച്ചവട ബന്ധങ്ങളും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും ഉള്ള ആളുകൾക്ക് രാവിലെ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല അവർ സമയം വിനിയോഗിക്കുന്നത്. ഒയാസിസിൽ നിന്ന് 1 രൂപയെങ്കിലും CPM വാങ്ങിയെന്ന് തെളിയിക്കാൻ കൃഷ്ണകുമാറിനെ വെല്ലുവിളിക്കുകയാണെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒയാസിസ് മദ്യ കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ കോൺഗ്രസ് പാർട്ടി വാങ്ങിയതായി സി കൃഷ്ണകുമാർ തെളിയിച്ചാൽ തന്റെ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ആരോപണം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ഈ ഒയാസിസ് എന്ന പ്യൂരിറ്റി കമ്പനിയിൽ നിന്ന് 1 രൂപ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഇതിന് പൊതുജീവിതം അവസാനിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തി അദ്ദേഹം പൊതുജീവിതം അവസാനിക്കാൻ തയ്യാറാണ്. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കരുതെന്ന് എ തങ്കപ്പൻ പറഞ്ഞു. ആരോപണം ഉന്നയിച്ചാൽ തെളിയിക്കാൻ കൃഷ്ണകുമാറിന് കഴിയണം. ഇല്ലെങ്കിൽ കൃഷ്ണകുമാർ പൊതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും എ തങ്കപ്പൻ ചൂണ്ടിക്കാട്ടി. ഒയാസിസ് മദ്യ കമ്പനി കോൺഗ്രസ് പാർട്ടിക്ക് 1 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കൃഷ്ണകുമാറിന്റെ ആരോപണത്തോടെ പ്രതികരിക്കുകയായിരുന്നു എ തങ്കപ്പൻ. അല്ല, ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അയാൾ കാണാമല്ലോ. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ലാത്തവൻ എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് വിടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അറിയുന്നവനെ അത് വിടാൻ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവണമല്ലോ. ഞങ്ങളുടെ കയ്യിൽ 1 കോടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ? പിന്നെ ഒന്നും അക്കൗണ്ടും അറിയില്ല, വന്നതും അറിയില്ല, ചെയ്തതും അറിയില്ല. അങ്ങനെയുള്ള പാർട്ടിയല്ല അത്. ഞങ്ങൾ 1 രൂപ വന്നാലും കണക്കുണ്ട്, അത് അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ പണി പിന്നെ കള്ളക്കടത്തുകാർ പിന്നാലെ പോകുന്ന പണി കോൺഗ്രസ് പാർട്ടിക്ക് എന്നുമില്ല, അന്നുമില്ല. ഒരു സംശയം വേണ്ട, അദ്ദേഹം ഇത് ഏറ്റെടുക്കട്ടെ. ഞാൻ തെളിയിക്കാതെ ഒരാളെ തെളിയിക്കാതെ തയ്യാറാണ്. അതല്ലെങ്കിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മറ്റെല്ലാവരും ആലോചിച്ചിട്ട് അതെന്താ വേണം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് 1 അക്കൗണ്ട് മാത്രമാണുള്ളത്. ബ്രൂവറി വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുന്നില്ല എന്ന വാദം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്താണ് ബ്രൂവറിക്കെതിരെ പ്രമേയം കൊണ്ടുവന്നത്. ഒയാസിസ് കമ്പനിയുടെ ഭൂതകാല തട്ടിപ്പുകൾ പുറത്തുകൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനും MP VK ശ്രീകണ്ഠനുമാണ്. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഉൾപ്പെടെ മുഴുവൻ സമരങ്ങളും കോൺഗ്രസ് പാർട്ടിയാണ് ഏറ്റെടുത്ത് നടത്തുന്നതെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമൂഹത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി MP രാജേഷ്. അടിച്ചു തീർക്കുന്ന ശൈലി കൂടുകയാണ്. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിനു കാരണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. കുട്ടികൾക്കിടയിലും അടിച്ചു തീർക്കുകയെന്ന ശൈലി വർദ്ധിക്കുകയാണ്. ലഹരി ഉപയോഗവും വയലൻസിന് കാരണമാകുന്നു. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിന് കാരണമെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാം അടിച്ചു തീർക്കുക എന്ന ഒരു
പ്രവണത വളർന്നു വരികയാണ്. ഭയാനകമായിട്ട് കൊടുത്തു അതിന് ലഹരിയുടെ കാരണമാവും, ലഹരി ഉൾപ്പെടാത്തതുമായ വയലൻസിന് അടിസ്ഥാനപരമായ എന്തുകൊണ്ടാണ് വയലൻസ്, ലഹരിയുടെ ഉപയോഗം ഉണ്ടാകുന്നത്? ഇത് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. കേരളം സമൂഹം എന്ന നിലയിൽ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ സമഗ്രമായിട്ട് കാണുന്നത് കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങൾ, രാഷ്ട്രീയമായ ഹിംസ തീർത്തും ഇല്ലാതായി. പ്രതിപക്ഷം രാഷ്ട്രീയ താൽപര്യം നോക്കാതെ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം ചേർന്ന് ലഹരി വ്യാപനത്തെ ചെറുക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും എം.ബി. രാജേഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് താമരശ്ശേരിയിലേതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. തിങ്കളാഴ്ച മുതൽ സ്കൂളുകളിലും കോളേജുകളിലും ലഹരിക്കെതിരെ SFI ക്യാമ്പയിനുകൾ ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് KSU നേതാക്കളെ ഉപദേശിച്ചാൽ മതിയെന്നും PS സഞ്ജീവ് തൃശൂരിൽ പറഞ്ഞു. താമരശ്ശേരിയിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടും പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം പ്രതികളായ കുട്ടികൾക്കുണ്ടെന്ന് PS സഞ്ജീവ് ചൂണ്ടിക്കാട്ടി. തുടർന്ന് അങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥി മരണപ്പെടുമെന്ന അവസ്ഥയുണ്ടായപ്പോഴും തങ്ങൾ പിടിക്കപ്പെടില്ല എന്നും, ഇത് അത്രത്തോളം അവരാണല്ലോ തുടങ്ങിയിട്ടത്, ആ നിലയിൽ ഒരു ഘട്ടത്തിൽ പോലും അതിൽ കുറ്റബോധം പോയിട്ട് അതിനെക്കുറിച്ചൊരു പുനർചിന്തനം പോലും ഇല്ലാത്ത ഒരു തലമുറ ഈ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നു. വിദ്യാർത്ഥി സംഘടനാ നിരോധനം ഇത്തരം സംഭവങ്ങൾ പെരുകാൻ കാരണമാകുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. ഈ നിലയിൽ കലാലയങ്ങൾക്കും സ്കൂളുകൾക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിലുണ്ടായ വയലൻസിനു പിന്നിൽ സിനിമകൾക്കും സാമൂഹ്യ അന്തരീക്ഷത്തിനും പങ്കുണ്ട്. തിങ്കളാഴ്ച മുതൽ സ്കൂളുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ SFI ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും PS സഞ്ജീവ് അറിയിച്ചു. കനകേലുവിന്റെ പ്രോഗ്രസ് കാർഡിൽ ഇടം കിട്ടാനാണ് VD സതീശന്റെ ആരോപണങ്ങൾ. പ്രതിപക്ഷ നേതാവ് KSU നേതാക്കളെ ഉപദേശിക്കുകയാണ് ആദ്യം വേണ്ടത്. അവരുടെ സംസ്ഥാന ക്യാമ്പിൽ നടന്നതിനെക്കുറിച്ച് അദ്ദേഹം മിണ്ടുന്നില്ല. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ഇടമേതാണ്, യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറിയുണ്ടോ, പണം നൽകാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ചതാര്, ഇതൊക്കെ പറയണമല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നിലവാരം പോലും കാണിക്കുന്നില്ല. എന്തും വിളിച്ചു പറയാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരു ഡാറ്റാ ബേസിസും ഇല്ലാതെ ഇത് ഞങ്ങൾ ഉറപ്പിച്ചു. ഇന്നലെ MMSN SFIക്കെതിരെയുള്ള ആക്രമണം തുറന്നുവിട്ടു. ഇന്ന് പ്രതിപക്ഷ നേതാവ് നടത്തുന്നു. നാളെ ആരൊക്കെ നടത്തും എന്നുള്ള ഇപ്പോൾ ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, സുനിൽ കനകോലു മുന്നോട്ട് വെക്കുന്ന പ്രോഗ്രസ് കാർഡിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് VD സതീശൻ ഇതൊക്കെ ആക്രമിച്ച് SFI ആക്രമിച്ച് പുതിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. VD സതീശന്റെ വായിൽ നിന്ന് ഇതൊക്കെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നും PS സഞ്ജീവ് പറഞ്ഞു. ഇത്രയും വലിയ വിഷയത്തെ സരസമായി കാണുകയാണ് അദ്ദേഹം. SFI നേതാക്കൾ ലഹരി ഉപയോഗിക്കാൻ പണം വാങ്ങുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കണം. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായി കണ്ണിചേർന്ന് പ്രവർത്തിക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് വ്യക്തമാക്കി. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിജിലൻസ് സ്ക്വാഡ് രൂപീകരിക്കും. മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും, എല്ലാ വിധത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളെയും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇതിൽ കണ്ണി ചേർക്കാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകളെയും കൂട്ടായി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് കാണുന്നത്. ഇതൊരു വലിയ സാമൂഹ്യ വിപത്തിനെ നേരിടാൻ ആ നിലയിൽ തന്നെ പ്രവർത്തിക്കണമെന്നാണ് കരുതുന്നത്. താല്പര്യമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യക്കുറവിന് കാരണവും ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിൽ അവശേഷിക്കുന്ന കൃഷിഭൂമി സംരക്ഷിക്കാൻ ധീരമായ നടപടി വേണമെന്ന് KSKTU പാലക്കാട് ജില്ലാ സെക്രട്ടറി V. ചെന്താമരാക്ഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് താലൂക്ക് ഓഫീസിലേക്ക് KSKTU നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു V. ചെന്താമരാക്ഷൻ. ഭക്ഷ്യസുരക്ഷ അട്ടിമറിക്കുകയും തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും ചെയ്യുന്ന ഭൂനികത്തലിനെതിരെ കർശന നടപടി വേണമെന്നും V. ചെന്താമരാക്ഷൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം എന്ന നിലയിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പിലാക്കണം, കർശനമായി നടപ്പിലാക്കണം
പട്ടയം അനുവദിക്കേണ്ട ലഭ്യമാവേണ്ട മുഴുവൻ ആളുകൾക്കും പട്ടയം ലഭ്യമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ നാട്ടില് 8 ലക്ഷം വരെ ഹെക്ടർ കൃഷിഭൂമി ചെയ്തിരുന്നു. 8 ലക്ഷം ഹെക്ടർ. ഇപ്പൊ അത് കൃഷ്ണകുട്ടിയേട്ടൻ പറഞ്ഞ പോലെ 2 ലക്ഷമായി. അതിപ്പോ 1.80 എന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടാവില്ല. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കുക, അന്യായമായ തരം മാറ്റലുകൾ റദ്ദ് ചെയ്യുക, അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. KSKTU പുതുശ്ശേരി ഏരിയ സെക്രട്ടറി സി കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ഉണ്ണീൻ, MT ജയപ്രകാശ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S ശൈലജ, പാലക്കാട് ഏരിയ സെക്രട്ടറി CM അബ്ദുൾ റഹ്മാൻ, മുണ്ടൂർ ഏരിയ സെക്രട്ടറി K കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകണമെന്നും KSKTU ആവശ്യമുന്നയിച്ച പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മാർച്ച് നടത്തി. താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. KSKTU പട്ടാമ്പി തൃത്താല ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം P മമ്മിക്കുട്ടി MLA ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിണാമത്തിന്റെ ഭാഗമായി സംഭവിച്ചതെല്ലാം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെയാണ് ഈ മലയാളികൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത്. ഭൂമിയില്ലാത്ത ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ അധിവസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേരളം. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതിരുന്ന ലക്ഷോപലക്ഷം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു പിടി മണ്ണ് സ്വന്തമായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിനെ തുടർന്ന് 57 സഖാവ് EMSന്റെ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരവോടുകൂടി പിന്നീട് ഇടക്കിടക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ സഖാക്കള് നായനാരുടെയും അതുപോലെ തന്നെ VSന്റെയും അതുപോലെ തന്നെ ഇപ്പോൾ സഖാവ് പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ തൃത്താല ഏരിയ സെക്രട്ടറി TP കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, പട്ടാമ്പി ഏരിയ സെക്രട്ടറി M ശങ്കരൻകുട്ടി, തൃത്താല ഏരിയ പ്രസിഡന്റ് KP ശ്രീനിവാസൻ, പട്ടാമ്പി ഏരിയ പ്രസിഡന്റ് PT അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ഒറ്റപ്പാലം താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. യൂണിയൻ സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU ഒറ്റപ്പാലം താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തിയത്. സംസ്ഥാന ട്രഷറർ CB ദേവദർശൻ ഉദ്ഘാടനം ചെയ്തു. എന്ന് സ്ഥാപിച്ച് ആ നെൽവേലികളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണ നിയമത്തിന്റെ അഭിപ്രായങ്ങളെ മറികടക്കാനുള്ള ഗൂഢമായി നീക്കപ്പെടുത്തി ചില മാഫിയകൾ, ചില ഉദ്യോഗസ്ഥന്മാർ കൂട്ടുന്നു. അന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തീരുമാനിച്ചു ഇത് അനുവദിക്കില്ല. അങ്ങനെ 2008 മുമ്പ് നികത്തിയെടുക്കാത്ത 2008 ശേഷം പലതും നികത്തിയെടുത്ത് അതിനു മുമ്പ് നികത്തിയതാണെന്ന് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഉജ്ജ്വലമായ പ്രക്ഷോഭം നടത്തി. P അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. S അജയകുമാർ, M സുരേന്ദ്രൻ, C വിജയൻ, C ഗിരിജ, E വിനോദ് കുമാർ, ജയലക്ഷ്മി, V പ്രജീഷ് കുമാർ, P ബാലകൃഷ്ണൻ, M സുബ്രഹ്മണ്യൻ, K രാധാകൃഷ്ണൻ, MM വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കർഷക കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗം പാലക്കാട്ട് നടന്നു. എലപ്പുള്ളി ബ്രൂവറിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കാനും നിർമ്മാണ പ്രവൃത്തികൾ തടയുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കാനും യോഗം തീരുമാനിച്ചു. നെല്ല് സംഭരണത്തിനും താങ്ങുവില വർദ്ധിപ്പിക്കാനും തയ്യാറാവാതെ സർക്കാർ എലപ്പുള്ളി ബ്രൂവറിക്ക് ഊന്നൽ നൽകുന്നതിനു പിന്നിൽ അഴിമതിയാണെന്ന് കർഷക കോൺഗ്രസ് യോഗം ചൂണ്ടിക്കാട്ടി. 50 ടൺ നെൽവിത്ത് സംഭരിക്കാൻ കഴിയും വിധത്തിൽ എരുത്തേമ്പതി നെൽവിത്ത് സംഭരണ കേന്ദ്രത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കണമെന്നും കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാർഷിക പ്രതിസന്ധിയും
ജലപ്രതിസന്ധിയും ഉൾപ്പെടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് സർക്കാർ മുഖം തിരിക്കുകയാണ്. സമര പാരമ്പര്യം പറയുന്ന ഇടതു സർക്കാരും CPM-ഉം ഇന്ന് സമരങ്ങളെ പുച്ഛിക്കുന്നു. ജനഹിതത്തെ അടിച്ചമർത്തി ഏകാധിപതികൾക്ക് മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടില്ലെന്ന ചരിത്രം സർക്കാരും CPM-ഉം വിസ്മരിക്കരുത്. എലപ്പുള്ളി ബ്രൂവറി ആരംഭിച്ചാൽ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ തടയുമെന്നും കർഷക കോൺഗ്രസ് യോഗം വ്യക്തമാക്കി. നിയമപ്രകാരം ആ രേഖകൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ജില്ലകളിലെ ചില സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനെ പറ്റിയുള്ള ബോധ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം വിളിക്കുന്നത്. അദ്ദേഹം വിളിക്കുമ്പോൾ ഇതിങ്ങനെ പലരും വിളിക്കുന്നുണ്ട്, ഇവരൊക്കെ ആരാണ്, ഇതിൽ ഓർഗനൈസ് സംവിധാനം വാട്സപ്പിൽ മുഖം കാണണമെന്നൊന്നും വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല. ഇതൊന്നും നമുക്ക് വേറെ നഷ്ടങ്ങളൊന്നും വരാനുള്ള സാധനങ്ങളല്ല. ഈ പൂർണ്ണമായ സഹകരണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് പാലക്കാട്ട് നടന്ന യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാജുഷ് മാത്യു അധ്യക്ഷത വഹിച്ചു. B. ഇക്ബാൽ, G. ശിവരാജൻ, EM ബാബു, TC ഗീവർഗീസ്, കള്ളിക്കാട് രാമചന്ദ്രൻ, ജോർജ് ജേക്കബ്, ബിജു കണ്ണന്തറ, മൂഞ്ചനാട്ട് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ആശുപത്രി സൂപ്രണ്ടിനെതിരെ വികസന സമിതി യോഗത്തിൽ രൂക്ഷ വിമർശനം. യോഗത്തിലേക്ക് ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചു വരുത്തി. ഡോക്ടർമാർ നിരന്തരം ലീവ് എടുക്കുന്നതാണ് പ്രശ്നമെന്ന് സൂപ്രണ്ട് യോഗത്തിൽ വിശദീകരിച്ചു. ആശുപത്രിയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കി സൂപ്രണ്ട് ആശുപത്രിയെ നശിപ്പിക്കുകയാണെന്ന് വികസന സമിതി അംഗങ്ങൾ യോഗത്തിൽ കുറ്റപ്പെടുത്തി. ഇതേ തുടർന്നാണ് യോഗത്തിനെത്താതിരുന്ന സൂപ്രണ്ടിനെ യോഗ ഹാളിലേക്ക് വിളിച്ചു വരുത്തിയത്. ചില ഡോക്ടർമാർ നിരന്തരം അവധിയെടുക്കുകയാണെന്നായിരുന്നു സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയാണ്. രോഗികളാണ് ഇതുമൂലം വലയുന്നതെന്ന് സമിതി അംഗങ്ങൾ പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയെപ്പോലും അറിയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് സൂപ്രണ്ട് ആശുപത്രിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കാനുള്ള കൂടിക്കാഴ്ച ചെയർപേഴ്സണെ പോലും അറിയിക്കാതെയാണ് തീരുമാനിച്ചത്. മറ്റൊരു ഔദ്യോഗിക പരിപാടിയുള്ളതിനാൽ കൂടിക്കാഴ്ച മാറ്റിവെക്കാൻ ചെയർപേഴ്സൺ ആവശ്യപ്പെടുകയായിരുന്നു. സൂപ്രണ്ടിന്റെ തന്നിഷ്ടപ്രകാരമുള്ള തീരുമാനം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ K. ജാനകി ദേവി യോഗത്തെ അറിയിച്ചു. സൂപ്രണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പിരിച്ചുവിട്ട ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ ഉടൻ തിരിച്ചെടുക്കാൻ HMC യോഗത്തിൽ തീരുമാനമെടുത്തതാണ്. ഈ തീരുമാനം പോലും നടപ്പാക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് സൂപ്രണ്ട് ചെയ്യുന്നതെന്നും HMC തീരുമാനം നടപ്പിലാക്കണമെന്നും CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി കൂടിയായ വികസന സമിതി അംഗം S. കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. 110ഓളം കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രിയിൽ ഇപ്പോൾ 30 മുതൽ 50 പേർ മാത്രമാണ് ചികിത്സ തേടുന്നത്. സൂപ്രണ്ടിനെ പിന്തുണച്ചെത്തിയ ലീഗ് അംഗത്തിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമുണ്ടായി. അടുത്ത വികസന സമിതി യോഗത്തിനുള്ളിൽ HMC തീരുമാനങ്ങൾ നടപ്പിലാക്കണമെന്നും ആശുപത്രിയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതിനായി നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവിയെ ചുമതലപ്പെടുത്തി. അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷയായിരുന്നു. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ്, തഹസിൽദാർ CM അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടാനും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. ജനകീയ ഇടപെടലിനോടൊപ്പം പരിശോധന ശക്തമാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് MLA നിർദ്ദേശം നൽകി. വേനൽ രൂക്ഷമാകുമ്പോൾ കുടിവെള്ളം എത്തിക്കാൻ വേണ്ട നടപടികൾ വാട്ടർ അതോറിറ്റി കൈക്കൊള്ളണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന ലഹരിക്കെതിരെ ജാഗ്രത വേണമെന്ന് പൊതുവെ യോഗത്തിൽ ആവശ്യമായിരുന്നു. ലഹരി ഉപയോഗത്തിന് തടയിടാനും സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള ചർച്ചകളാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പ്രധാനമായും നടന്നത്. കേസുകളുടെ വിവരങ്ങൾ സംബന്ധിച്ച് എക്സൈസും പോലീസും യോഗത്തെ അറിയിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടാൻ വീടുകളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ശ്രദ്ധയും ബോധവൽക്കരണവുമാണ് ഉണ്ടാവേണ്ടതെന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നും അഭിപ്രായമായിരുന്നു. ജനകീയ ഇടപെടൽ അത്യാവശ്യമാണെന്നും കൂടുതൽ പരിശോധന ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും മുഹമ്മദ് മുഹസൻ MLA ആവശ്യപ്പെട്ടു. കുടുംബത്തിലും എല്ലാ തരത്തിലും മാനസികമായും ഒക്കെ തകർച്ചയുണ്ടാവുന്ന ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ കയ്യിൽ കിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി നമുക്ക് നടത്തണം. അതോടൊപ്പം ഇപ്പോൾ നടത്തുന്ന ഈ മൊത്തവ്യാപാരികളടക്കമുള്ളവർ പിടിക്കുന്ന ആ തരത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് നമുക്ക് പോലീസും എക്സൈസും ഒക്കെ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ചെയ്യുന്നത്. വേനൽ അടുത്തു വരുന്ന സാഹചര്യങ്ങളിൽ പല പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നതായി ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. വേനൽ രൂക്ഷമാകുമ്പോൾ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വാട്ടർ അതോറിറ്റിക്ക് മുഹമ്മദ് മുഹസൻ MLA നിർദ്ദേശം നൽകി.
ഭൂരിഭാഗം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും യോഗത്തിന് എത്തിയെങ്കിലും ചർച്ചയിൽ മറുപടി നൽകേണ്ട പ്രധാനപ്പെട്ട ചില വകുപ്പ് ഉദ്യോഗസ്ഥർ എത്താത്തതാണ് യോഗത്തിൽ വിമർശനത്തിന് കാരണമായത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീനയാണ് ഈ ആക്ഷേപം ഉന്നയിച്ചത്. പട്ടുതറ പഞ്ചായത്ത് 12-ാം വാർഡ് EMS നഗറിലെ റോഡുകൾ മാറിയിട്ടുണ്ട്. അവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട്. അത് വളരെ ഇടുങ്ങിയ റോഡുകൾ കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വല്ലാത്ത പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെയുള്ള ജനങ്ങൾ നിരന്തരം നമ്മുടെ അടുത്ത് പരാതിയുമായി വരുന്നൊരു സ്ഥിതിയാണുള്ളത്. ഞാൻ പലതവണ ഇവിടെ യോഗങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാകുമെങ്കിൽ അതൊന്ന് നടത്തി കൊടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ചില വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിന് പങ്കെടുക്കാത്ത അവസ്ഥ സ്ഥിരം ഉണ്ടാവുന്നതായും വകുപ്പുകളെ പ്രതിനിധീകരിച്ച് വരുന്നവർ കൃത്യമായി മറുപടി പറയാൻ തയ്യാറായി വരണമെന്നും തഹസിൽദാർ TP കിഷോർ യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ MLAക്ക് പുറമെ റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. മണ്ണൂർ പഞ്ചായത്തിൽ മലിനീകരണത്തിനെതിരെ ജാഗ്രതാ നടപടികളുമായി അധികൃതർ. മാലിന്യ നിക്ഷേപം വ്യാപകമായ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാൻ നടപടിയായി. 10 ലക്ഷം രൂപ ചിലവിലാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ആധുനിക രീതിയിലുള്ള ക്യാമറകൾ സ്ഥാപിക്കുന്നത്. കാലങ്ങളായി മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിലാണ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഓട്ടോമാറ്റിക് സിസ്റ്റം ക്യാമറ സ്ഥാപിക്കാൻ നടപടിയായത്. നഗരിപ്പുറം കനാൽ റോഡിൽ 8 ക്യാമറകൾ സ്ഥാപിക്കും. വാഹനത്തിന്റെ നമ്പറടക്കം പതിയുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റം ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. ക്യാമറ ഘടിപ്പിക്കുന്നതിനുള്ള കാലുകൾ സ്ഥാപിക്കുന്ന നടപടി തുടങ്ങി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിലാണ് ക്യാമറ സ്ഥാപിക്കുന്നത്. കനാൽ റോഡിലെ മലിനീകരണത്തെക്കുറിച്ച് STV നിരന്തരം വാർത്ത നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് മലിനീകരണത്തിനെതിരെ പഞ്ചായത്ത് നടപടി ആരംഭിച്ചത്. 2 ആഴ്ചയ്ക്കകം ക്യാമറ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയാകും. മണ്ണൂർ പഞ്ചായത്തിൽ മോണിറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു. മാലിന്യം തള്ളുന്നവരെ മണ്ണൂർ പഞ്ചായത്തിൽ സ്ഥാപിച്ച മോണിറ്ററുകളിൽ കാണാനാകും. പിടിക്കപ്പെട്ടാൽ 10,000 രൂപ മുതൽ 1/4 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പറഞ്ഞു. 15 വർഷത്തോളമായി കനാലിലും റോഡിലും രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാണ്. ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് CCTV സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം, അതായത് പത്തിരിപ്പാല ബൈപ്പാസ് റോഡിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും മണ്ണൂർ പഞ്ചായത്തിലെ തന്നെ 14-ാം വാർഡിലെ നാഗരമ്പാറ കേട്ടേക്കര റോഡിൽ 2 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടും ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. പത്തിരിപ്പാല ബൈപ്പാസ് റോഡിൽ 8 ക്യാമറയും അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് പിടിക്കുന്നതിനുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എല്ലാ വർഷവും മാലിന്യം ഗ്രാമപഞ്ചായത്ത് തന്നെ പൊതുജനങ്ങൾ വലിച്ചെറിയുന്ന മാലിന്യം നീക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കുകയാണ്. എന്തായാലും ഈ CCTV സ്ഥാപിക്കുന്നതോടുകൂടി തന്നെ മാലിന്യം വലിച്ചെറിയുന്ന പ്രവർത്തനത്തിന് ഒരു പരിധിവരെയുള്ള പരിഹാരമാകും. ദുർഗന്ധം മൂലം ജനജീവിതം ദുസ്സഹമാണിവിടെ. ക്യാമറ സ്ഥാപിക്കുന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിലെ കാഞ്ഞിരമ്പാറ കിഴക്കേക്കര റോഡിൽ 4 ക്യാമറകൾ സ്ഥാപിക്കാനും നടപടിയായിട്ടുണ്ടെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡംഗം AA ഷിഹാബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അബ്ദുൽ മുത്തലി എന്നിവരും പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വാഹന ജാഥ സംഘടിപ്പിച്ചു. പാലക്കാട് കിഴക്കൻ മേഖല വാഹന പ്രചരണ ജാഥ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സമാപന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് കമ്മിറ്റി അംഗം അബ്ദുൽ സുക്കൂർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ MS കറിയ, ജാഥാംഗങ്ങളായ അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, P സതീശൻ, C രാധാകൃഷ്ണൻ, ജോഷി, ജയ്സൺ പള്ളായി എന്നിവർ പ്രസംഗിച്ചു. P പ്രദീപ് സ്വാഗതവും TP രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ഇന്ധനവില കുറയ്ക്കുക, ഡ്രൈവർമാരെ കൽത്തുറുങ്കിലടയ്ക്കുന്ന ഭാരതീയ ന്യായ സംഹിത സെഷൻ 106(1), 106(2) എന്നിവ പിൻവലിക്കുക, മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, രാജ്യത്തെ അസംഘടിതരായ മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതി നടപ്പിലാക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക, ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് നിക്ഷേപം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് 24-നാണ് ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ
AIRTWF പാർലമെന്റ് മാർച്ച് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക ഭൂപടത്തിൽ നിന്ന് പാലസ്തീനെ മായ്ച്ചു കളയാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമത്തെ ലോകജനത ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. മണ്ണൂരിൽ CPI ലോക്കൽ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുരേഷ് രാജ്. പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമത്തെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കണമെന്ന് സുരേഷ് രാജ് അഭ്യർത്ഥിച്ചു. നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ലോകത്തെ ഒരു ഏകധ്രുവ ലോകമാക്കി മാറ്റാനുള്ള പരിശ്രമം വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സ്വതന്ത്രമായി നമ്മുടെ ലോകത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പരമാധികാര റിപ്പബ്ലിക്കുകളായിട്ടുള്ള പല രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി യുദ്ധഭീതി സൃഷ്ടിച്ച് സാമ്രാജ്യത്വ ശക്തികളുടെ ചൊൽപ്പിടിയിൽ കൊണ്ടുവരാനുള്ള പ്രവണത ഈ കഴിഞ്ഞ നാളുകളിൽ അതിശക്തമായി ലോകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാലസ്തീനും ഉക്രൈനും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ലോകത്ത് ചർച്ചാ വിഷയമാകുന്നത്. പാലസ്തീൻ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിശക്തമായി അപലപിക്കപ്പെടേണ്ട ഒന്നാണ്. പ്രതിനിധി സമ്മേളനത്തിൽ M. ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സുധീർ അനുശോചന പ്രമേയവും വിജയകുമാരി രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു, മണ്ഡലം സെക്രട്ടറി മുരളി K. താരേക്കാട്, കൃഷ്ണൻകുട്ടി, മല്ലിക, N. തങ്കപ്പൻ എന്നിവർ പ്രസംഗിച്ചു. 15 ബ്രാഞ്ചുകളിൽ നിന്നായി 93 അംഗങ്ങൾ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ സമ്മേളന നഗരിയിൽ മുതിർന്ന പ്രവർത്തകൻ ഗോപാലൻ പതാക ഉയർത്തി. പൊതുസമ്മേളനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ് ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റി. മാസ് സിഗ്നേച്ചർ ഐക്യദാർഢ്യം മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ സെക്രട്ടറി KV പാർവതി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ഷൊർണൂർ ബ്ലോക്ക് പ്രസിഡന്റ് MP ശാന്ത അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശോഭന, സെക്രട്ടറിമാരായ സരോജിനി, പാറുകുട്ടി, മണ്ഡലം പ്രസിഡന്റ് ശ്രീകലാരാജൻ, C. സന്ധ്യ, ബീന ചളവറ, ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ, മുരളി മാസ്റ്റർ, A. ഉണ്ണികൃഷ്ണൻ, ഷീജ, വിൻസെന്റ്, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 100-ലേറെ പേർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പുവെച്ചു. അർഹമായ വേതനം കൊടുക്കാതെ, അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാതെ അവരെ ഇന്ന് സംസ്ഥാനത്തിന്റെ തെരുവീതികളിലൂടെ സമരരംഗത്തേക്ക് എത്തിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഏറെ ദിവസം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാലയിൽ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധവുമായി വെൽഫെയർ പാർട്ടി. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി ജനകീയ പ്രതിരോധം ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്തിരിപ്പാലയിൽ ലഹരി മാഫിയക്കെതിരെ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചത്. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും ലഹരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഈ രൂപീകരണം മുതൽ തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ജനങ്ങൾക്ക്, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് അനുവദനീയമല്ല. അതായത് അവർ ഒരു വിഷയത്തെ ഏറ്റവും ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകണമെന്നാണ്. ജില്ലാ സെക്രട്ടറി ഷാക്കീർ പുലാപ്പറ്റ മുഖ്യപ്രഭാഷണം നടത്തി. ഫൈസൽ, റഷീദ്, മുഹമ്മദ് അലി, സക്കീർ പഴയലക്കടി, നൌഷാദ് മണ്ണൂർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം സെക്രട്ടറി PM ഉമ്മർ ഫാറൂഖ് സ്വാഗതവും ജാഫർ പത്തിരിപ്പാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പറവകൾക്കൊരു പാനപാത്രം. കൊടും വേനലിൽ പക്ഷികളുടെ ദാഹം അകറ്റാൻ ആവിഷ്കരിച്ച പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. ആനന്ദവല്ലി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വനമിത്ര അവാർഡ് ജേതാവ് മുരളീധരൻ വേളേരി മഠമാണ് വിദ്യാലയത്തിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും SMC ചെയർമാനുമായ N. രാജൻ മാസ്റ്റർ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. PTA പ്രസിഡന്റ് K. അബ്ദുൽ നാസർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ
എൻ മുരളീധരൻ, SMC അംഗങ്ങളായ കെ ഗോപാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ, ടി ഉണ്ണികൃഷ്ണൻ, പി മധു, പ്രധാനാധ്യാപിക പി ശ്രീലത എന്നിവർ പങ്കെടുത്തു. നമ്മള് ഇത് തുടരണം, നമ്മുടെ വീടുകളിലും ഇത് തുടരണം. ഈ ഒരു പ്രവർത്തനം കണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു പ്രവർത്തനമാണ്, വളരെ സിമ്പിളാണ്. പക്ഷെ ഒരു സ്കൂളിൽ ചേർന്ന വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് കയറൊക്കെ കെട്ടി ഒരു ചട്ടിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നമ്മുടെ കിളികളൊക്കെ ഇവിടെ വന്ന് ഇത് ആ വെള്ളം എടുത്തു പോകുമ്പോൾ ഈ വലിയ കടുത്ത വേനലില് അവർക്ക് നമ്മൾ നൽകുന്ന ജീവൻ തന്നെയാണ് നമ്മൾ നൽകുന്നത്. 50ഓളം കേന്ദ്രങ്ങളിൽ പറവകൾക്ക് ദാഹജലം നൽകുന്നതിനായി പാത്രങ്ങൾ സ്ഥാപിക്കുമെന്ന് വനമിത്ര മുരളീധരൻ വേളേരിമഠം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ ചിത്ര പ്രദർശനം ആരംഭിച്ചു. പ്രദർശനത്തോടനുബന്ധിച്ച് നടത്തിയ ചിത്രരചന മത്സരം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാടിന്റെ പ്രകൃതി, ജീവിതം, സംസ്കാരം എല്ലാം ഈ ചിത്രങ്ങളിൽ കാണാനാകുമെന്ന് MP രാജേഷ് പറഞ്ഞു. പാലക്കാടിന്റെ പരിച്ഛേദം തന്നെയാണ് ചിത്രപ്രദർശനമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കടന്നു പോകുമ്പോൾ നമുക്കൊട്ടും അപരിചിതത്വം തോന്നില്ല. നമ്മുടെ പരിചിതമായ ദൃശ്യങ്ങളാണ് ഇതിലെല്ലാം കാണാൻ കഴിയുന്നത്. പാലക്കാടിൻ്റെ പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങളുണ്ട്, വിളഞ്ഞ പാടങ്ങളുടെ ചിത്രങ്ങളുണ്ട്, വരമ്പുകൾ നമുക്ക് കാണാം. വേലി പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് കാണാം. പരിചിതമായ മുഖങ്ങൾ, നമുക്ക് പരിചിതമെന്ന് നമുക്ക് തോന്നുന്ന മുഖങ്ങൾ കാണാം. ജയൻ ശിവപുരം, അർജുൻ മാറുളി എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. വരാവർത്തമാനം സംഗീതം എന്ന പരിപാടി തിങ്കളാഴ്ച സമാപിക്കും. കഞ്ചിക്കോട് SPS ഇവൻസിന്റെ നേതൃത്വത്തിൽ ആർക്കും പാടാമെന്ന കരോക്കെ ഗാനപരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി M ശ്രീനേഷ്, ചിത്രകാരൻ ജഗേഷ് എടക്കാട്, ജിജീഷ് കൂട്ടാലിട എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വൈകിട്ടോടെ മൈതാന നഗരിയിലെത്തിയ പൂരവർണ്ണ കാഴ്ചകൾ ഉത്സവപ്രേമികൾക്ക് നയന മനോഹര കാഴ്ചയായി. ആനപ്പൂരവും കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. ഉത്സവ കാഴ്ചകൾ അഴകായി ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം. മൈതാനത്തെത്തിയ പൂരവർണ്ണ കാഴ്ചകൾ ഉത്സവപ്രേമികൾക്ക് നയന മനോഹര കാഴ്ചയൊരുക്കി. 33ഓളം ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് കാവ് കയറിയതോടെ കുമ്പച്ചൂടിനെ വകവയ്ക്കാതെ ആയിരങ്ങൾ മൈതാനത്തെ അലകടലാക്കി. മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരവരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് 3 ജില്ലകളിൽ നിന്നുള്ള വിവിധ ആഘോഷ കമ്മിറ്റികളെ വേലയാഘോഷങ്ങൾ കാവിലെത്തി തൊഴുതു വഴങ്ങി. തിറ, തെയ്യം, ശിങ്കാരിമേളം, കാവടി, വൈദ്യുതി ദീപങ്ങൾ അലങ്കരിച്ചുള്ള നിലക്കാവടി തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തിയ ഉത്സവപ്രേമികൾക്ക് ആഹ്ലാദം പകർന്നു. ആർപ്പ് വിളിച്ചെത്തിയ കടവല്ലൂർ ദേശത്തിൻ്റെ കാളവരവും അഴകായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പറളി ഓടന്നൂർ മുണ്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കതിർവേല മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ദേശവേലകളുടെ സംഗമവേളയിൽ ഉത്സവാങ്കണം ജനസാഗരമായി. കതിർവേല ഉത്സവം വർണ്ണാഭവും ഭക്തിസാന്ദ്രവുമായി. നിരവധി ഭക്തർ പങ്കെടുത്തു. ഗ്രാമവീഥികളെ ജനസാഗരമാക്കിയായിരുന്നു എഴുന്നള്ളിപ്പ്. പ്രത്യേക പൂജകളോടെയാണ് കതിർവേല ഉത്സവത്തിന് തുടക്കം കുറിച്ചത്. രാത്രി വിവിധ വേലകൾ ക്ഷേത്രസന്നിധിയിൽ സംഗമിച്ചു. കാള, കുതിര, ഇണക്കാളകൾ, പണ്ടാരക്കുതിര, വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവ അകമ്പടിയായി. ശിങ്കാരിമേളം, പഞ്ചാരിമേളം, പാണ്ടിമേളം എന്നിവയുമുണ്ടായിരുന്നു.
കരിമരുന്ന് പ്രയോഗവും നടന്നു. വിവിധ ദേശക്കാരുടെ ഗാനമേള, സ്റ്റേജ് ഷോ, നാടൻപാട്ട് എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓടന്നൂർ മുണ്ടക്കാവ് കതിർവേലയ്ക്കിടെ ദേശവാസികളെ മങ്കര പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന് പരാതി. രാത്രിവേല കാവ് കയറുന്നതിനിടെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച ആഘോഷിച്ച ഓടന്നൂർ മുണ്ടക്കാവ് കതിർവേലയ്ക്കിടയിൽ രാത്രിയിലാണ് മങ്കര പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന് പരാതി ഉയർന്നിരിക്കുന്നത്. ദേശവേല കാവ് കയറുന്നതിൽ സമയക്രമം പാലിച്ചില്ലെന്ന കാരണത്താലാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് ആരോപണമുയരുന്നു. ഓടന്നൂർ സ്വദേശികളായ പ്രവീൺ, റിൻസ്, ഗുരുവായൂരപ്പൻ, കൃഷ്ണവിജയ്, അനൂപ്, രതീഷ്, ഹരീഷ്, സജീവ് എന്നിവർക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റതായി പരാതി ഉയർന്നിരിക്കുന്നത്. അതേസമയം 2 ദേശവേലകൾ ഒന്നിച്ചു വന്ന സംഘർഷാവസ്ഥയുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ പിരിച്ചുവിടുക മാത്രമാണ് ചെയ്തതെന്നും സംഘർഷാവസ്ഥയുണ്ടാക്കാൻ ശ്രമിച്ചതിന് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും മങ്കര പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ദേശമംഗലത്ത് കെട്ടിട നികുതി അടയ്ക്കുമ്പോൾ ഭാഗ്യപരീക്ഷണത്തിനും അവസരമൊരുക്കി പഞ്ചായത്ത് അംഗങ്ങൾ. നികുതി പിരിവ് കാര്യക്ഷമമാക്കാനാണ് 11, 13 വാർഡുകളിൽ വേറിട്ട രീതി സ്വീകരിച്ചത്. നികുതി അടച്ചവരിൽ ഒരു ഭാഗ്യശാലിക്ക് വെള്ളി നാണയം സമ്മാനമായി ലഭിച്ചു. നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആശയവുമായി പഞ്ചായത്തിലെ 11, 13 വാർഡുകളിലെ മെമ്പർമാർ രംഗത്ത് വന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം, നസീറ, സുധീർ എന്നിവരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ 10 മുതൽ നികുതി പിരിവിന് തുടക്കം കുറിച്ചു. നിരവധി പേർ നികുതി അടയ്ക്കാനായി എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണിവരെ തലശ്ശേരി സെൻട്രലിൽ നടന്ന നികുതി കളക്ഷൻ ക്യാമ്പിൽ കെട്ടിട നികുതി അടച്ചവരിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു ഭാഗ്യശാലിക്കാണ് വെള്ളി നാണയം സമ്മാനമായി ലഭിക്കുക. നാട്ടിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തതയാണ് നികുതി കാര്യക്ഷമമായി പിരിച്ചെടുക്കാൻ ഇവർ സ്വീകരിച്ചത്. നികുതി കുടിശ്ശികയുണ്ടായാൽ പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനാണ് വ്യത്യസ്തമായ ഈ ആശയം പങ്കുവച്ചതെന്ന് വാർഡ് മെമ്പർ ഇബ്രാഹിം പറഞ്ഞു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി 11, 13 വാർഡുകളിലെ നികുതി കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്ത വ്യത്യസ്ത ഒരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഈ നികുതി കളക്ഷൻ ക്യാമ്പിൽ നികുതി അടക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യവാന് വെള്ളി നാണയം സമ്മാനമായി നൽകുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ആശയം നമ്മൾ പങ്കുവെക്കുന്നത്? ഒന്ന്, ഈ നികുതി അടക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും വാർഡിലെ ഊർജിത നികുതി പിരിവ് 100% പൂർത്തിയാക്കുന്നതിനും നികുതി അടച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ആശയവുമായി ഇന്ന് തലശ്ശേരിയിൽ ഇത്തരത്തിലൊരു നികുതി കളക്ഷൻ ക്യാമ്പ് നടന്നു. ഉച്ചയ്ക്ക് ശേഷം നറുക്കെടുപ്പിലൂടെയാണ് ഭാഗ്യശാലിയെ തെരഞ്ഞെടുത്തത്. തലശ്ശേരി സ്വദേശിയായ KK ഉണ്ണികൃഷ്ണന് വെള്ളി നാണയം ലഭിച്ചു. മെമ്പർ ഇബ്രാഹിം നാണയം കൈമാറി. റിട്ടയർഡ് അധ്യാപകൻ ഹംസ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പരുത്തിപ്പള്ളി ശ്രീ ശബരി സ്കൂൾ 32ാം വാർഷികം ആഘോഷിച്ചു. PTA പ്രസിഡന്റ് PK വിജയൻ ഉദ്ഘാടനം ചെയ്തു. മാത്രം അവരെ ഈ സമയത്ത് കളങ്കമില്ലാത്ത മനസ്സിലേക്ക് കളങ്കം എഴുതി കൊടുക്കാതെ വിദ്യാഭ്യാസം കളിയിൽ ഏർപ്പെട്ടോട്ടെ, കുഴപ്പമില്ല. എന്നിരുന്നാലും മൊബൈൽ ഫോണിന്റെ ഒരു തീരാ ഉപയോഗം അവരിൽ നിന്ന് പറിച്ചു മാറ്റണമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മൊബൈൽ ഫോണുകളുടെ ഒരുപാട് ദുരിതങ്ങൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മെസ്സേജ് എന്ന് പറയാൻ നമുക്ക് ഈ മാഫിയ പോലെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് മൊബൈലിലൂടെയാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥി അൻവിക ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രിൻസിപ്പാൾ KR പ്രസന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ വിജയൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. PTA വൈസ് പ്രസിഡന്റ് CN കൃഷ്ണകുമാർ, MPTA പ്രസിഡന്റ് KR രേഖമോൾ, ശിശുവാടിക കൺവീനർ R രേഷ്മ, പ്രസീത, ഹരിപ്രിയ എന്നിവർ പ്രസംഗിച്ചു. ആൻസ്ലി സ്വാഗതവും പെരിങ്ങോട്ടുകുറിശി ശബരി സ്കൂൾ പ്രിൻസിപ്പാൾ വാസന്തി വിജയകുമാർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വയോധികരുടെ മാനസിക ഉല്ലാസത്തിന് വിനോദയാത്ര സംഘടിപ്പിച്ച് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. മുതിർന്ന പൗരന്മാരുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടും ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണെന്ന ബോധ്യം അവരിൽ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ
ഷൊർണൂർ മേഖലാ കമ്മിറ്റി ഒരു ദിവസത്തെ വിനോദയാത്ര സംഘടിപ്പിച്ചത്. 50ഓളം പേർ വിനോദയാത്രയിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തുറ, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. ജോയിന്റ് സെക്രട്ടറി PA പത്മജ നേതൃത്വം നൽകി. ഹിൽ പാലസിലെ അവശേഷിക്കുന്ന ചരിത്ര രേഖകൾ കണ്ടതിന് ശേഷം സംഘം ഫോർട്ട് കൊച്ചിയിലേക്ക് നീങ്ങി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗജരാജൻ കോഴിപ്പറമ്പിൽ അയ്യപ്പൻ ചരിഞ്ഞു. 62 വയസ്സായിരുന്നു. തൃശൂർ ചാഴൂരിലെ ക്ഷേത്രവളപ്പിൽ തളച്ചിരുന്ന ആന പുലർച്ചെയാണ് ചരിഞ്ഞത്. തൃശൂർ പൂരം ഉൾപ്പെടെ നിരവധി പൂരങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു അയ്യപ്പൻ. മറ്റൊരു സമൂഹത്തിൽ വർദ്ധിക്കുന്ന അക്രമവാസന കുട്ടികളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ ലഹരിയും വയലൻസും വ്യാപിക്കുകയാണ്. ഈ സാമൂഹിക വിപത്തിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാൻ കഴിയുക? മറ്റൊരു കുട്ടികളിലെ ലഹരി ഉപയോഗത്തിൻ്റെ ആസക്തി ഇന്ന് വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. സ്കൂളുകൾ തൊട്ട് കോളേജ് തലം വരെ കുട്ടികൾ, നല്ലൊരു വിഭാഗം കുട്ടികൾ ഇന്ന് മയക്കുമരുന്നിൻ്റെ ഉപയോഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ ഉണ്ടാവുന്ന സമൂഹത്തിലും വീടുകളിലും ഉണ്ടാവുന്ന കഷ്ടതകൾ ദൈനംദിനം നമുക്ക് ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഈ മയക്കുമരുന്ന് കാരണം കൊണ്ടുണ്ടാവുന്ന വിപത്തുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സർക്കാർ തലത്തിൽ മയക്കുമരുന്നുകൾക്കും അതുപോലെ തന്നെ മദ്യത്തിനൊക്കെ നിയന്ത്രണം വരുത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ ഇന്ന് ബാറുകളുടെയും അതുപോലെ തന്നെ മദ്യശാലകളുടെയും എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിധിവരെ സർക്കാരും ഉത്തരവാദികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, കേരള സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ, കേരളത്തിലെ വളർന്നു വരുന്ന പൗരന്മാരെയും വിദ്യാർത്ഥികളെയും രക്ഷിക്കണമെങ്കിൽ, ഇവിടുത്തെ കുടുംബങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഈ മയക്കുമരുന്നിൻ്റെ ആസക്തി കുറയ്ക്കണം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതോടൊപ്പം തന്നെ അതിന് കടുത്ത ശിക്ഷാ നിയമം ഉണ്ടാവണം. അതിന് സർക്കാർ മുന്നിട്ടിറങ്ങണം എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഇതിൽ പ്രധാനമായ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിന് ആരെയും ബഹുമാനമില്ല, പേടിയില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് രക്ഷിതാക്കളെ പേടിയായിരുന്നു, അല്ലെങ്കിൽ അധ്യാപകരെ പേടിയായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടിയെ പോലും ആ കുട്ടിയെ ഒന്ന് ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടിയെ ഒന്ന് വടികൊണ്ട് അടിക്കാനോ, അവൻ ചെയ്ത തെറ്റിനെ ഒന്ന് അതിനെതിരെ ഒന്ന് സംസാരിക്കാനോ പറ്റാത്ത സാഹചര്യമാണ് അധ്യാപകർക്ക് പോലും ഉള്ളത്. രക്ഷിതാക്കളാണല്ലോ സ്വന്തം മക്കളെ വളർത്തുന്നത് വളരെ ഭീതിയോടെ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ മാരകമായി അക്രമ സ്വഭാവം പ്രകടിപ്പിക്കുമെന്നുള്ള ഭീതിയോട് കൂടിയിട്ടാണ് ഇന്ന് എല്ലാ രക്ഷിതാക്കളും, ഒട്ടുമിക്ക രക്ഷിതാക്കളും സ്വന്തം മക്കളെ വളർത്തുന്നത്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഒരു കാലഘട്ടത്തേക്ക് വരുന്ന സമയത്ത് എല്ലാം നമുക്ക് ലഭിക്കുന്നു, സുലഭമായി ലഭിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതിന് വലിയ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതും അതൊരു വസ്തുതാപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ അധ്യാപകർ വടിയെടുക്കണം, രക്ഷിതാക്കൾ വടിയെടുക്കണം. സ്വന്തം മക്കളെ അവർ തെറ്റ് ചെയ്യുന്ന സമയത്ത് വടിയെടുത്ത് അടിച്ചുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ പോകണം. അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു ഭീതി പലർത്തുന്ന ഒരു വിപത്തായിട്ടാണ് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. അതിന് ആരെ പഴിചാരിയിട്ടോ അത് ഏത് രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന ഒരു ആശങ്ക ഇന്ന് എല്ലാവർക്കുമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വലിയൊരു ഭീകര വിപത്തായിട്ട് ലഹരി വസ്തുക്കൾ നമ്മുടെ കുട്ടികളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയ ഒയാസിസ് കമ്പനി CPM-നും കോൺഗ്രസിനും പണം നൽകിയെന്ന് BJP. CPM ജില്ലാ കമ്മിറ്റിക്ക് 2 കോടിയും കോൺഗ്രസിന് 1 കോടിയുമാണ് ലഭിച്ചതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളി. കൃഷ്ണകുമാറിന്റെ മാനസിക നില തകരാറില്ലെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പൊതുപ്രവർത്തനം ബിസിനസ്സാക്കിയവർ ഇതിലപ്പുറം പറയും. C കൃഷ്ണകുമാർ ആരോപണം ശരിയെന്ന് തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് K തങ്കപ്പൻ. സമൂഹത്തിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഏറെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്ന് മന്ത്രി MB രാജേഷ്. അടിച്ചു തീർക്കുന്ന ശൈലി വ്യാപകമാകുന്നു. ലഹരി ഉപയോഗം മാത്രമാണ് വയലൻസിനു കാരണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമാണ് താമരശ്ശേരിയിൽ നടന്നതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ലഹരിക്കെതിരെ SFI ക്യാമ്പയിൻ ശക്തമാക്കും.
പ്രതിപക്ഷ നേതാവ് ആദ്യം ഉപദേശിക്കേണ്ടത് KSU നേതാക്കളെയെന്നും TS സഞ്ജീവ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കണമെന്ന് KSKTU. താലൂക്ക് ഓഫീസുകളിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മാർച്ച്. അന്യായമായ തരം മാറ്റലുകൾ റദ്ദു ചെയ്യണമെന്നും അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകണമെന്നും ആവശ്യം. എലപ്പുള്ളി മദ്യ കമ്പനിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് പാലക്കാട്ട് നടന്ന കർഷക കോൺഗ്രസ് സംസ്ഥാന നേതൃയോഗത്തിൽ ആഹ്വാനം. ഒറ്റപ്പാലത്ത് വികസന സമിതി യോഗത്തിൽ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് രൂക്ഷ വിമർശനം. യോഗത്തിനെത്താതിരുന്ന സൂപ്രണ്ടിനെ വിളിച്ചുവരുത്തി വിശദീകരണം ആവശ്യപ്പെട്ടു. ഡോക്ടർമാർ തുടർച്ചയായി അവധിയെടുക്കുന്നത് പ്രധാന പ്രശ്നമെന്ന് സൂപ്രണ്ട്. ലഹരി വ്യാപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച പട്ടാമ്പി താലൂക്ക് വികസന സമിതി ജനകീയ ഇടപെടൽ അനിവാര്യം. പരിശോധന ശക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി മഹിളാ കോൺഗ്രസ്. ഷൊർണൂർ ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പുശേഖരണം നടത്തി. സമരത്തോടുള്ള സർക്കാർ സമീപനം ജനാധിപത്യ വിരുദ്ധമെന്ന് നേതാക്കൾ. മണ്ണൂരിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ ഹൈടെക് ക്യാമറകൾ മിഴി തുറക്കുന്നു. മാലിന്യ നിക്ഷേപം വ്യാപകമായ നഗരിപ്പുറം കനാൽ ബൈപ്പാസ് റോഡിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നതിന് നടപടി തുടങ്ങി. വിവിധ ഭാഗങ്ങളിൽ ആധുനിക ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചിലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.